അപ്പൊ നമ്മുടെ SSC എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് റേഷ്യോ പ്രൊപ്പോർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് കളക്കാർ. ഞാൻ മനു. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് കളക്കാർ സീജിലെ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9249089284 നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് CGL പഠിക്കാം. CGL മാത്രമല്ല CHSL ആയാലും MTS ആയാലും വരുമ്പോൾ GD വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ എത്ര വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഒട്ടും വൈകിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ പഠിച്ചു തുടങ്ങാം അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിനെ കിടക്കാണ്. എന്താണ് ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. എന്താണ് റേഷ്യോ എന്നാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, A:B അല്ലെങ്കിൽ A/B എന്ന് പറയുന്നത് എഴുതുന്നതാണെന്ത് നമ്മുടെ റേഷ്യോ. നിങ്ങൾ എന്താണ് നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ ദേശീയ പതാകയുടെ റേഷ്യോ 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. എന്താണ് 3:2 എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ആ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് എന്താണ് ലെങ്ത് എന്ന് പറയുന്ന ഒരു 6 സെന്റിമീറ്റർ എടുത്താൽ വിഡ്ത്ത് 4 സെന്റിമീറ്റർ എടുക്കണം. അവ തമ്മിലുള്ള റേഷ്യോ എന്താണ്, 3:2 ആയിരിക്കും. അതായത് 3/2 എന്ന് വരും. ഇപ്പോൾ ലെങ്ത് 12 സെന്റിമീറ്റർ എടുത്താൽ വിഡ്ത്ത് എത്ര എടുക്കണം, 8 സെന്റിമീറ്റർ എടുക്കണം. അപ്പോൾ 12/8 എന്ന് എഴുതുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 3/2 തന്നെ കിട്ടും. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന ഫ്രാക്ഷൻ കിട്ടുന്ന ടൈപ്പ് നമ്മൾ അളവുകൾ എടുക്കണം എന്നാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ പറ്റി പറയുന്നത്. ഇതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. എത്ര 8-24 വരയ്ക്കുള്ള കെൽപ്പ് എനിക്കില്ല, ഇവിടെ ഗ്യാപ്പിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കും നമ്മുടെ പതാക എന്ന് പറയുന്നത് അല്ലെ. പതാകയുടെ ലെങ്ത് 3 ആണെങ്കിൽ വെഡ്ത്ത് 2 ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ കണക്ക്. അപ്പൊ ഇത്തരം രീതിയിൽ കണക്കുകൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നുമില്ല, രണ്ട് ക്വാണ്ടിറ്റികളെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് വിളിക്കുന്നത് റേഷ്യോ എന്ന് വിളിക്കുന്നത്. കുറച്ചൊരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, രണ്ടു പേർക്ക് ഡിവൈഡ് ചെയ്ത സാധനങ്ങളുടെ അളവുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ ഈ റേഷ്യോ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും. അപ്പോൾ അത്രയുമാണ് നമുക്ക് റേഷ്യോ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയത് 12:8 നമുക്ക് എങ്ങനെ എഴുതാം, 3:2 എന്ന റേഷ്യോയിൽ എഴുതാം. നേരെ മറിച്ച് ഇപ്പോൾ 6:4 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെയും സിംപ്ലിഫൈ ചെയ്ത് 3:2 എന്ന് എഴുതാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റേഷ്യോയെ ഏറ്റവും സിംപ്ലസ്റ്റ് രൂപത്തിലാണ് എപ്പോഴും എഴുതേണ്ടത്. എന്താണ് നമ്മൾ ഒരിക്കലും 6:8 എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ് 3:2 എന്ന റേഷ്യോയിലേക്ക് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. 6:4 കുറച്ച് നല്ലത് 3:2 തന്നെ ആയിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്തപ്പോഴും റേഷ്യോനെ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഓർക്കുക. അപ്പോൾ റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് പഠിക്കാം. എന്താണ് റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല, ഏത് സാധനത്തിനും നമുക്ക് റേഷ്യോ എടുക്കാം. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ക്യാൻ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബോത്ത് ടൈംസ് വിത്ത് എനി നോൺ സീറോ നമ്പർ. സീറോ അല്ലാത്ത ഏത് നമ്പർ വെച്ച് നമ്മൾ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്താലും, അത് ഒന്നിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, നമ്മൾ എത്ര ടൈംസിന്റെ റേഷ്യോ എടുക്കുന്ന എല്ലാ ടൈംസിനും മൾട്ടിപ്ലൈ ചെയ്താലും റേഷ്യോന് യാതൊരു വിധമില്ല. എല്ലാത്തിനും സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് 3:2 എന്ന റേഷ്യോ ഉള്ളതിനാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 3/2 എന്ന് എഴുതാം എന്ന് പറഞ്ഞു അല്ലെ. 3:2 ആണ് നമ്മുടെ റേഷ്യോ എങ്കിൽ നമുക്ക് 3/2 എന്ന് എഴുതാം. ഈ 3നെയും 2നെയും നമുക്ക് ഒരേ നമ്പർ വെച്ച് എത്ര എണ്ണം മൾട്ടിപ്ലൈ ചെയ്താലും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ റേഷ്യോ വ്യത്യാസം വരത്തില്ല. അപ്പൊ 3/2 നമുക്ക് എങ്ങനെ എഴുതാം, 6/4 എന്ന് എഴുതാം. നമ്മൾ എന്ത് ചെയ്തേ, നമ്മൾ *2 രണ്ടിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി 3/2 എങ്ങനെ എഴുതാം, വേണമെങ്കിൽ 30/20 എന്ന് എഴുതാം. നമ്മൾ രണ്ടിനെ എന്തുകൊണ്ട് ചെയ്തു, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 3/2 എങ്ങനെ എഴുതാം, വേണമെങ്കിൽ 3 lakh/2 lakh എന്ന് എഴുതാം. നമ്മൾ എന്ത് ചെയ്തേ, മോളും താഴെയും ഓരോ ലക്ഷം വെച്ച് ഇൻറ്റു ചെയ്തു. റേഷ്യോയിൽ യാതൊരു വ്യത്യാസം വരത്തില്ല, റേഷ്യോ സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ മൾട്ടിപ്പിൾ നമ്പറുകൾ വ്യത്യാസപ്പെടുന്നത് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് കുറച്ച് ഈസിയായിട്ട് പറയുകയാണെങ്കിൽ 3:2 ആണ് നമ്മുടെ റേഷ്യോ എങ്കിൽ നമുക്കതിനെ 3x 2x എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്നൊരു കാര്യം ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3x 2x എന്ന് എഴുതാം. കാരണം ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ എന്താണ്, നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടല്ലോ. ഈ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ചെയ്യുക. ഇനി
ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? സിംപ്ലസ്റ്റ് ഫോം എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് തന്നേക്കുന്ന റേഷ്യോനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സിമ്പിൾ ആയിട്ട് എഴുതുന്നോ, എത്രത്തോളം നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതുന്നോ അത്രത്തോളം അടിപൊളിയായിട്ട് എന്ത് എഴുതാം, നമുക്ക് ഈ പറഞ്ഞ റേഷ്യോനെ റെപ്രസെന്റ് ചെയ്യാം. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എന്താണ് പ്രൊപ്പോർഷൻ? പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് റേഷ്യോസ് സെയിം ആണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ പ്രൊപ്പോർഷനിലാന്ന് വിളിക്കുന്നത്. അതായത് രണ്ട് പതാകകൾ റേഷ്യോ സെയിം ആണെങ്കിൽ ആ രണ്ട് പതാകകളെ എന്താണ്? പ്രൊപ്പോർഷനിലാന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുക എന്താണ്? A:B C:D സെയിം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവ രണ്ടും പ്രൊപ്പോർഷണൽ എന്ന് പറയാം. A:B നമുക്ക് എങ്ങനെ എഴുതാം? A:B നമുക്ക് A/B എന്ന് എഴുതാം, C:D C/D എന്ന് എഴുതാം. വിച്ച് മീൻസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AD is equal to BC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. AD equal to BC നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് എന്ത് നമ്മൾ പ്രൊപ്പോർഷണൽ എന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊപ്പോർഷണലിനകത്ത് നമുക്ക് കുറെ സ്ഥലം പഠിക്കാനുണ്ട്. ലൈക്ക് മീൻ പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ, ഫോർത്ത് പ്രൊപ്പോർഷണൽ, അതിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നോരം നോക്കാം. എന്താണ് മീൻ പ്രൊപ്പോർഷണൽ, എന്താണ് തേർഡ് പ്രൊപ്പോർഷണൽ, എന്താണ് ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് നമുക്ക് ഓർഡർ നോക്കിയാലോ? നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, മീൻ പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ, ഫോർത്ത് പ്രൊപ്പോർഷണൽ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വണ്ണാണ് എന്ത്? മീൻ പ്രൊപ്പോർഷണൽ. ഈ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, വളരെ എളുപ്പമാണ്. എന്താണ്? രണ്ട് നമ്പറുകൾക്കിടയിലുള്ള മീൻ പ്രൊപ്പോർഷനിലാണ് നമ്മൾ എപ്പോഴും കണക്കാക്കുക. ഇവിടെ എന്താണ്? A/B എന്ന രണ്ട് നമ്പർ വന്നിട്ടുണ്ടാവും. ഇവയുടെ മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ പറയും. ഇത്ര ചെയ്താൽ മതി. ആ നമ്പറിന്റെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? A:x എന്ന് പറയുന്നത് x:b ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണെന്ത്? മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. A:x = x:b എന്ന് പറയുന്നതാണെന്ത്? മീൻ പ്രൊപ്പോർഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കേട്ടല്ലോ? അത്രേ ഉള്ളൂ എന്ത് മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന കാര്യം. A:x x:b ഈക്വൽ ആണെങ്കിൽ എക്സിന്റെ വില എന്താണോ അതാണ് മീൻ പ്രൊപ്പോർഷൻ. അപ്പോൾ നോക്കാം, എക്സിന്റെ വില കണ്ടുപിടിക്കാം. നമുക്കറിയാം A/x എന്ന് പറയുന്നത് എന്താണ്? x/b ഈക്വൽ ആണ്. വിച്ച് ഇംപ്ലൈസ് x² is equal to AB എന്ന് വരും. x is equal to √AB എന്ന് വരും. അതായത് AB എന്ന രണ്ട് നമ്പറുകളുടെ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? √AB കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? √AB കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഈ രണ്ട് നമ്പറുകളുടെ പ്രൊപ്പോർഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് നമ്പറുകളുടെ മീൻ പ്രൊപ്പോർഷൻ കിട്ടും. എന്താണ്? മീൻ പ്രൊപ്പോർഷൻ കിട്ടും. എന്താണ്? മീൻ പ്രൊപ്പോർഷൻ കിട്ടും. മീൻ പ്രൊപ്പോർഷണൽ കിട്ടും. അടുത്തതാണ് എന്ത്? തേർഡ് പ്രൊപ്പോർഷണൽ. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തേർഡ് പ്രൊപ്പോർഷണലിൽ എന്തുണ്ടാവും? മൂന്ന് നമ്പറുകൾ ഉണ്ടാവും. A/B എന്ന രണ്ട് നമ്പറുകൾ ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രത്യേകം എന്താ അറിയോ? ഇവിടെ നമ്മൾ മൂന്നാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കണ്ടേ. മൂന്നാമത്തെ നമ്പർ x ആണെന്ന് വിചാരിക്കുക. A:B എന്തിനോട് ഈക്വൽ ആയിരിക്കും? B:x ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x ആണ് എന്ത് ചെയ്യണ്ടേ? നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ക്ലിയർ അല്ലേ? x ആണ് എന്ത് ചെയ്യണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? A/B എന്തിനോട് ഈക്വൽ ആയിരിക്കും? B/x ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്താ എഴുതാം? Ax is equal to B² എന്ന് എഴുതാം. ആൻഡ് x will be is equal to B²/A. x എന്തായിരിക്കും? B²/A ആയിരിക്കും എന്ത്? x വരിക. അതായത് എന്താണ്? A:B B:x ഈക്വൽ ആണ് എങ്കിൽ എക്സിന്റെ വില എന്താണോ അതാണ് എന്ത്? ഇവിടെ തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇക്വേഷൻ? എന്താണ്? B²/A ആണ് എന്ത് വരിക? നമ്മുടെ തേർഡ് പ്രൊപ്പോർഷണലിന്റെ ഇക്വേഷൻ വരിക. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത്? ഫോർത്ത് പ്രൊപ്പോർഷണൽ. ഇവിടെ നമുക്ക് മൂന്ന് നമ്പറുകൾ അറിയാം. A/B അറിയാം. ഇത് എന്തിനോട് ഈക്വൽ ആണ്? C-യോടും C:x ഈക്വൽ ആണ്. ഈ x ആണ് എന്ത്? നമ്മുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. നമ്മൾ തേർഡ് പ്രൊപ്പോർഷണൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ വ്യത്യാസം നോക്കിക്കോ. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? A:B എന്തിനോട് ഈക്വൽ ആയിരിക്കും? B:x ഈക്വൽ ആയിരുന്നു. ഇവിടെ ഈ രണ്ട് നമ്പറുകളും സെയിം ആയിരുന്നു. പക്ഷേ നമ്മൾ എന്താണ്? ഫോർത്ത് പ്രൊപ്പോർഷണൽ വരുമ്പോൾ എന്താണ്? ആ രണ്ട് നമ്പറുകളും ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് x ആണ് നമുക്ക് എന്ത് ചെയ്യണ്ടേ? കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നോക്കുക, A:B is equal to C:x എന്ന് പറഞ്ഞാൽ A/B is equal to എന്ത് എഴുതാം? C/x എന്ന് എഴുതാം. ആൻഡ് x is equal to
ബി സി ബൈ എ എന്ന് കിട്ടും. എന്താണ് ബി സി ബൈ എ ആണ് എന്ത് വരിക, നമ്മുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ ആയിട്ട് വരിക. അപ്പോ എന്താണ് മീൻ പ്രൊപ്പോർഷണൽ, എന്താണ് തേർഡ് പ്രൊപ്പോർഷണൽ, എന്താണ് ഫോർത്ത് പ്രൊപ്പോർഷണൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ സെക്ഷൻസ് ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കാം. ഫസ്റ്റ് അതിനുമ്പ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്, കമ്പൈൻഡ് റേഷ്യോസ് കൂടി നോക്കാം. കമ്പൈൻഡ് റേഷ്യോസ് നല്ല രസമുള്ള പരിപാടിയാണ്. ശ്രദ്ധിക്കുക, എ ഇസ് ടു ബി നമുക്കറിയാം, ബി ഇസ് ടു സി അറിയാം. ഇതിൽ നിന്ന് അങ്ങനെ എ ഇസ് ടു ബി ഇസ് ടു സി കണ്ടുപിടിക്കാൻ എന്താണെന്ന് നമ്മൾ റേഷ്യോസ് കമ്പൈൻ ചെയ്യുക എന്നുകൊണ്ട് എങ്ങോട്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ടേബിൾ എഴുതാം, എ ബി സി. ഇത് നോക്കാം, ഫസ്റ്റത്തേനകത്ത് എ ഇസ് ടു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എ ഇസ് ടു ബി ആണ്, എന്ത് വരും, 2:3 എന്നാ നമുക്ക് എഴുതാം അല്ലെ. 2:3 എന്ന് എഴുതാം. പക്ഷെ ഫസ്റ്റ് റേഷ്യോ എന്തില്ല, നമുക്ക് സി എന്ന ടേം വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഈ ബിയിൽ കിടക്കുന്ന അതേ ടേമിന് എവിടെ എഴുതുക, സിയിൽ എഴുതുക. ഞാൻ വേറെ കളർ യൂസ് ചെയ്യാം, അപ്പൊ കുറച്ച് നമുക്ക് അടിപൊളിയായിരിക്കും. പച്ച യൂസ് ചെയ്യാം. സിയിൽ ഞാൻ 3 എന്ന ടൈം എഴുതി. ഓക്കെ, 3 എന്ന ടൈം എഴുതാണ്. ഇനി ബി ഇസ് ടു സി എന്താണ്, 4:5 ആണ്. ഇനി എന്ത് ചെയ്യുക, എ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, എക്ക് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിനെ നേരെ ഇറക്കി എഴുതുക. അപ്പൊ എന്ത് വരും, ഇവിടെയും 4 വരും. ഇനി ഫൈനൽ ആൻസർ വേണ്ടി ഇത് ചെയ്താൽ മതി. ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടി ഇവ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവ ഓരോന്നും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും, 2 into 4 എന്ത് വരും, 8 വരും. 3 into 4 12 വരും. 3 into 5 15 വരും. And the ratio will be 8:12:15. എന്താ റേഷ്യോ വരിക, 8:12:5 എന്ന് വരും ആൻസർ വരും. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈസി ആയിട്ട് ഈ പറഞ്ഞ റേഷ്യോസ് കമ്പൈൻ ചെയ്തത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഈ പറഞ്ഞ മെത്തേഡ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചും കണ്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ ഈ ചോദ്യത്തിന് ആൻസർ എഴുതാൻ പറ്റും. കേട്ടല്ലോ. അപ്പോ നോക്കിക്കോ, ഇനി അടുത്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സെക്ഷൻ ആണെന്ത്, ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ റേഷ്യോ. റേഷ്യോ അടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ്. എങ്ങനെയാണ് റേഷ്യോ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? എളുപ്പമാണ്. എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന പൈസ എത്രയാണ്, ഇവിടെ 1200 തന്നിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണ്, 2:3:5. അതായത് 3 പേർക്ക്, 3 പേരെ പേര് വിളിക്കാണ് എ ബി സി എന്ന 3 പേർക്ക് 2:3:5 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാം, 1200 രൂപ 3 പേർക്ക് ഡിവൈഡ് ചെയ്തു 2:3:5 റേഷ്യോയില്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്, എക്ക് 2 പെട്ടി. നമ്മൾ ഓരോ ആൾക്കാർക്ക് എടുത്തത് ഓരോ പെട്ടിയാന്ന് വിചാരിച്ചോ. എക്ക് കിട്ടിയത് 2 ബോക്സ്, ബിക്ക് കിട്ടിയത് 3 ബോക്സ്, സിക്ക് കിട്ടിയത് 5 ബോക്സ്. അപ്പൊ ചോദിക്കട്ടെ, മൊത്തം എത്ര ബോക്സ് ഉണ്ട്? എക്ക് 2 ബോക്സ്, ബിക്ക് 3 ബോക്സ്, സിക്ക് 5 ബോക്സ്. മൊത്തം എത്ര ബോക്സ് ആയി? മൊത്തം ഉള്ളത് 10 ബോക്സ് ആണ്. ഈ 10 ബോക്സിലായിട്ട് 1200 രൂപ ഉണ്ട് എങ്കിൽ ഒരു ബോക്സിൽ എത്ര രൂപ ഉണ്ടാവും? ഒരു ബോക്സിൽ എത്ര രൂപ ഉണ്ടാവും? 120 രൂപ ഉണ്ടാവും അല്ലെ. ഒരു ബോക്സിൽ 120 രൂപ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര ബോക്സ് കിട്ടിണ്ടാവും? എക്ക് 2 ബോക്സിൽ എത്ര രൂപ ഉണ്ടായിട്ടുണ്ടാവും? 240 രൂപ ഉണ്ടായിട്ടുണ്ടാവും. ബിക്ക് 3 ബോക്സിൽ 360 രൂപ ഉണ്ടായിട്ടുണ്ടാവും. സിക്ക് 5 ബോക്സിൽ 600 രൂപ ഉണ്ടായിട്ടുണ്ടാവും. ആൻസർ ആയല്ലോ. ഇത്രേ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വഴി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ വഴി കണ്ടുപിടിക്കുക എത്ര ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്, ഒരു ബോക്സിൽ എത്ര രൂപ എന്ന് മനസ്സിൽ കാണുക, എന്നിട്ട് ബാക്കി വർക്കൗട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു ബോക്സിൽ ഇത്ര രൂപ ആയിരിക്കും എന്ന് കണക്കാക്കിയിട്ട് ബാക്കി ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് MCQ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റേഷ്യോ ഓഫ് 24 to 36 ഈസ് 24:36 എത്ര എന്ന് വെച്ചേക്കുന്നത്? എത്രയാണ്? 24:36 എത്ര എന്ന് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 6 വെട്ടി പോകും. കറക്റ്റ് അല്ലേ? അത് 6 വെട്ടി പോകും. എന്താണ് നമുക്കറിയാം, 24 എന്ന് പറയുന്നത് എന്താണ്, 24 എന്ന് പറയുന്നത് 4 into 6 ആണ്. 36 എന്ന് പറയുന്നത് എന്താണ്, 6 into 6 ആണ്. ഫസ്റ്റ് അത് വെട്ടിക്കളെ. എന്താണ് 4 into എന്താണ് 4 into 6 is to 6 into 6 എന്ന് വരും. ഈ 6 2 വെട്ടിക്കളയുക. ബാക്കി എന്തുണ്ട്,
4:6 എന്നുണ്ട്. 4:6 കൊണ്ട് ചെന്നാക്കാം എന്താണ് 2:3 എന്ത് വരും റേഷ്യോ വരും. സോ ഏറ്റവും സിംപ്ലിസ്റ്റ് ആയ റേഷ്യോ എന്താണ് 2:3 ആണെന്ന് വരിക നമ്മുടെ ആൻസർ വരിക. വളരെ എളുപ്പമായി ചെയ്യാൻ. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടേ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണ് ഈ ദിവസം നോക്കിക്കോ 3:5 x:25 ഈക്വൽ ആണെങ്കിൽ x എത്ര എന്ന് വെച്ചേക്കുന്നത് 3:5 x:25 ഈക്വൽ ആണെങ്കിൽ x എത്ര. അപ്പൊ നോക്കാം 3:5 എന്ന് എഴുതി x:25 എന്ന് എഴുതി. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം അല്ലെ. അപ്പൊ എന്ത് വരും 3/5 എന്തിനോട് ഈക്വൽ ആണ് x/25 ഈക്വൽ ആണ്. x/25 ഈക്വൽ ആണ് എന്ത് 3/5 എന്ന് പറയുന്ന റേഷ്യോ. അപ്പൊ നോക്കുക ഇവിടെ ഡിനോമിനേറ്ററിനെ എന്തോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോണ്ട് 25 ആക്കിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ. ഡിനോമിനേറ്റർ എടുക്കുന്ന 5നെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായത് അത് 25 ആയി. 5നെ 25 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ 5നെ 25 നിങ്ങൾ എന്ത് ചെയ്തോ അതേ സാധനം 3നെ x ആകാനും ചെയ്തിട്ടുണ്ടാകും. 5നെ 25 ആക്കാൻ നമ്മൾ എന്ത് പണിയാണോ ചെയ്തേ അതേ പണി എന്തിനു കൊടുക്കണം 3ക്ക് കൊടുക്കണം. 3യെ x ആക്കാൻ കൊടുക്കണം. അപ്പോൾ x ആക്കാൻ എന്ത് ചെയ്താൽ മതി 3 × 5 ചെയ്യണം. ആൻസർ എത്രയാണ് 15 എന്ന് കിട്ടും. ആൻസർ എന്താ കിട്ടുക 15 അല്ലെങ്കിൽ 15 എന്ന് കിട്ടും ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ റേഷ്യോ അതേപോലെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ രണ്ട് നമ്പറുകളെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം അല്ലെ. ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മാത്രമാണ് എന്ത് നമ്മുടെ റേഷ്യോ അതേപോലെ നിൽക്കുക. സോ ആൻസർ എന്താണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് 15 ആണ് കേട്ടോ. ഓപ്ഷൻ സി 15 ആണ് എന്ത് വരിക നമുക്ക് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 4 and 25. 4ന്റെയും 25ന്റെയും ഇടയിലുള്ള മീൻ പ്രൊപ്പോർഷണൽ വെച്ചേക്കുന്നത് എന്താണ് മീൻ പ്രൊപ്പോർഷണൽ ഇക്വേഷൻ എന്താണ് മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു. എന്താ ഇക്വേഷൻ പഠിച്ചേ √AB അല്ലേ. രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ടെങ്കിൽ √AB എടുത്താൽ എന്ത് കിട്ടും മീൻ പ്രൊപ്പോർഷണൽ കിട്ടും. അപ്പൊ എന്താ ഇക്വേഷൻ വരിക √AB എന്താണ് √4 × 25 വരും which is equal to √100 എത്ര കിട്ടുക 10 എന്ന് കിട്ടും. അപ്പൊ 4:10 10:25 സെയിം ആണെന്ന് പറയുന്നത് അല്ലെ. എന്താ പറയുന്നേ 4:10 is equal to 10:25 എന്ന് പറയുന്ന അതേ കൺസെപ്റ്റ് ആണ്. വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ. സോ ആൻസർ വിൽ ബി എന്താണ് ഓപ്ഷൻ ബി ആണ് 10 ആണെന്ന് വരിക ആൻസർ വരിക. അത്ര എളുപ്പമാണ് എന്ത് മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇനി മീൻ പ്രൊപ്പോർഷൻ കിട്ടിയതിലേക്ക് നമുക്ക് എന്ത് നോക്കാം നമുക്ക് തേർഡ് പ്രൊപ്പോർഷൻ നോക്കാം. എന്താണ് 3ന്റെയും 9ന്റെയും തേർഡ് പ്രൊപ്പോർഷൻ എന്താണെന്ന് വെച്ചേക്കാണ്. എന്താണ് തേർഡ് പ്രൊപ്പോർഷൻ ഇക്വേഷൻ എന്താണ് തേർഡ് പ്രൊപ്പോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് തേർഡ് പ്രൊപ്പോർഷൻ ഇസ് ഈക്വൽ ടു എന്താണ് b²/a ആണ് അല്ലെ. എന്താണ് b²/a ആണ് എന്ത് തേർഡ് പ്രൊപ്പോർഷൻ ഇക്വേഷൻ. അപ്പൊ എന്ത് വരും ഇവിടെ b² എന്ന് പറയുന്നത് എത്രയാണ് 9 ആണ്. a എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്ത് വരും 9² 3 എന്ന് വരും which is 81/3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 27 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എന്താണ് 27 ആണ് which is ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ. അപ്പൊ എന്ത് അറിയണം നിങ്ങളെ തേർഡ് പ്രൊപ്പോർഷൻ ഇക്വേഷൻ എന്താണ് b²/a ആണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. തേർഡ് പ്രൊപ്പോർഷൻ ഇക്വേഷൻ എന്താണ് b²/a ആണെന്ത് തേർഡ് പ്രൊപ്പോർഷണലിന്റെ ഇക്വേഷൻ വരുന്നേ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ ഇക്വേഷൻ എന്തായിരുന്നു ഫോർത്ത് പ്രൊപ്പോർഷണൽ ഇക്വേഷൻ bc/a ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ 2, 4, 8ന്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ വെച്ചേക്കുന്നേ. അപ്പൊ എന്താണ് a എന്ന് പറയുന്നത് 2, b എന്ന് പറയുന്നത് 4, c എന്ന് പറയുന്നത് 8. നേരിട്ട് കൊടുക്കുക എന്ത് വരും bc/4 എത്രയാണ് 8 × 4/2 എന്ന് വരും. അപ്പൊ എന്താ വരിക 32/2 എന്ന് വരും which is equal to 16 എന്ന് വരും ആൻസർ വരും. എത്രയാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എത്രയാണ് 16 എന്നാണ് വരിക ആൻസർ വരിക. എന്താണ് ഇക്വേഷൻ എന്തായിരുന്നു bc/a എന്നാണെന്ന് വരിക ഇക്വേഷൻ വരിക. അപ്പൊ എന്താണ് നമ്മുടെ CGL എക്സാം നമ്മൾ വൈകാതെ ഡേറ്റ് ഒക്കെ വരും.
എത്ര പെട്ടെന്ന് എന്താ ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരോടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നിർത്തരുത് പ്രിപ്പറേഷൻ കേട്ടോ. CG കഴിഞ്ഞാൽ CHS, EHS, MTS കഴിഞ്ഞാൽ GDO ഉള്ളവർക്ക് GDO എഴുതാം. ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടം പോലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് സെയിം സിലബസ് വരുന്നത് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ SSC റിലേറ്റഡ് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാം ഡേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ കണ്ടന്റ് വീഡിയോസ് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ അടുത്ത വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. Until then, it's me Manu signing off. Bye.